ചെറിയ തിരക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ തൃശ്ശൂരത്തെ. ഇതിപ്പോ ഒളരി സെന്ററാണ്. ഇവിടെ ഒളരി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ പോലെ തന്നെയാണ്, ഒരു കൊച്ചു ടൗൺ തന്നെ. എല്ലാ കടകളും ഉണ്ട്, ഭയങ്കര തിരക്കാണ്. തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പിലൊക്കെ നല്ല കച്ചവടമാണ്. എല്ലായിടത്തും നല്ല ബിസിനസ്സാണ്, നല്ല ബ്ലോക്കും. ഇന്നിപ്പോൾ അത്ര ബ്ലോക്ക് ഇല്ല ഈ ടൈമിൽ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ തിരക്കിട്ടിറങ്ങിയത് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ബാങ്കിൽ പോകണം, 2 ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ തെക്കേ ഗോപുരനടയുടെ അവിടെ വിൽപ്പനയ്ക്കായിട്ട് കുറേ മൺപാത്രങ്ങൾ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പം നമ്മുടെ കിച്ചണിന് വേണ്ടിയിട്ട് 1-2 മൺപാത്രങ്ങളൊന്ന് തപ്പാന്ന് കൂടി ഉണ്ട്. ആഗ്രഹം നടക്കുമെന്ന് അറിയില്ല. എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂരത്തെ. ഇവിടൊക്കെ ചെറിയ തിരക്കാണ് കേട്ടോ ഈ ജംഗ്ഷനിൽ. എപ്പോഴും ഉണ്ട്, ഇപ്പോഴത്തെ കൂടുതലാണ് തിരക്ക്. തൃശ്ശൂർക്കാർക്ക് ഫോറിൻ മിഠായി കിട്ടുന്ന ഷോപ്പാട്ടത്. നമ്മള് തൃശ്ശൂർ റൗണ്ടെത്തി. ഒരു 10-15 മിനിറ്റ് കേട്ടോ. ഇടയില് ഇത്തിരി ബ്ലോക്ക് കുറഞ്ഞു. അപ്പൊ 15 മിനിറ്റ് കൊണ്ട് എത്തി. ഇപ്പൊ ഇത്ര കുറച്ച് നേരം മഴ മാറി നിന്നുണ്ട്. ഇപ്പൊ നല്ല കാര്യം വരുന്നുണ്ട്. മഴയുണ്ടാവുമെന്ന് തോന്നുന്നു. ബാങ്കിലെത്തിയപ്പോൾ അവിടെ നല്ല ഭംഗിയിലൊരു പൂക്കളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അതേ പൂരപ്പറമ്പില് മൺപാത്രങ്ങൾ വിൽക്കണ സ്ഥലത്തിട്ടാ. ഹായ് ഫ്രണ്ട്സ്, ലിസ് ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൂലം ഓണത്തിന്റെ 7ാം ദിവസമാണ്. പണ്ടുള്ളവർ പറയും പരമ്പരാഗത രീതിയിൽ ചെറിയ ഓണസദ്യ ഉണ്ടാക്കി തുടങ്ങുന്ന ദിവസമാണ്. പക്ഷെ നമ്മൾ ഇന്ന് സദ്യ ഒന്നും ഉണ്ടാക്കാൻ പോകണില്ല. ഇന്ന് നമ്മളൊരു മൂലം സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻസ് സജഷൻസ് കമൻറ്റ് ബോക്സിൽ വന്ന് ഷെയർ ഉണ്ടാക്കാൻ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് കുറേശ്ശെ പച്ചക്കറി കഷ്ണങ്ങളാണ്. ഇത് കുമ്പളങ്ങ ഒരു കഷ്ണം, കായ, നേന്ത്രക്കായ, പിന്നെ അതുപോലെ
മുരിങ്ങക്കായ ഒരു 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ടായാലും ചിലത് ചെറുതാണ്, ഒരു മുരിങ്ങക്കായ വലുതാണ്. അപ്പം ഞാനത് നടു മുറിച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ക്യാരറ്റ്, ഒരു കഷ്ണം ചേന, പിന്നെ പയറ്, പിന്നെ ഉരുളക്കിഴങ്ങ്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 കപ്പ് നാളികേരം എടുത്തത്. ഞാൻ നാളികേരം അത്യാവശ്യം കൂടുതൽ ഉപയോഗിക്കും ഈ അവിയൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നാളികേരം ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകായി കാരണം അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും ഇത്ര പച്ചക്കറിക്ക്. പിന്നെ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തൈര്, ഒരു പുളിയുള്ള തൈരാണ്. അപ്പോൾ ആവശ്യത്തിന് നോക്കി മാത്രം നമുക്ക് തൈര് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് തൈര് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേപ്പിലയുണ്ട്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി വേണം, ഉപ്പും വേണം. നമ്മൾ സാധാരണ വീട്ടിൽ അവിയൽ ഉണ്ടാക്കുമ്പോൾ പല രീതിയിലുണ്ടാക്കും. മാങ്ങിയിട്ടിട്ടുണ്ടാക്കും, തൈര് വെച്ചിട്ടുണ്ടാക്കും, ചിലപ്പോൾ നല്ല കുഴമ്പ് പരുവത്തിൽ, അതിന് വേറെ ചോറിന് കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട ആ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ വെജിറ്റബിൾസ് നമ്മൾ കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് ഇത് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കിടന്നത് വേവണം. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രമാണ് സാധാരണ യൂസ് ചെയ്യാറ്. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി. അപ്പോൾ ചിലവർ മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ ഞാൻ ഈ ഓണസദ്യയുടെ ഉണ്ടാക്കുമ്പോൾ സാധാരണ കുറച്ച് മുളക് പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ഈ പച്ചക്കറി വേവണം. ഇല്ല ഇനി വെള്ളം വറ്റി വന്നാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമുണ്ട്, നമ്മൾ കഴുകിയെടുത്ത വെള്ളമുണ്ട്. അപ്പോൾ ഒന്ന് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കും. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു. അപ്പോൾ കണ്ടോ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ. ഇനി ഒന്ന് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഈ മുളക്, ഉള്ളി, ജീരകം, ഈ നാളികേരം കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ചതച്ചെടുക്കാൻ പോവാണ്. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഞാൻ ചതച്ചെടുക്കണത്. നമ്മൾ നാളികേരവും ജീരകവും പച്ചമുളകും കൂടിയിട്ട് ചതച്ചെടുത്ത് കൊടുക്കുന്നതാണിത്. ഇനി നമുക്ക് പച്ചക്കറി ഒന്ന് വേവ് നോക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 70% ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വെന്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ, നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല, ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഞാനൊരു 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് പുളിയുള്ള തൈരാണ്, അധികം പുളിയില്ല. ഞാൻ ഈ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ തൈരൊന്ന് വറ്റി എടുക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡ്രൈ ആയി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ ഈ തൈര് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് ഞാൻ കൂട്ടി വെച്ചിട്ട് ഈ തൈര് ഒന്ന് വറ്റണം. അപ്പോൾ തൈരിലേക്കുള്ള ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം. ആ തൈരിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ അത്യാവശ്യം ആ തൈര് ഒഴിച്ചത് ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 75% വേവാകുമ്പോൾ ഈ തൈര് ഒഴിച്ചിട്ട് വേവിക്കണം, അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ അതേപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ആഡ് ചെയ്യണം. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് വയ്ക്കണം. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്നിൽ ചൂടാവട്ടെ കേട്ടോ. ഇപ്പോൾ അത് എല്ലാതും കൂടി ചേർന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതാണ് അതിൻ്റെ ഫ്ലേവർ പൊന്താൻ ഈ വെളിച്ചെണ്ണ ആണ് സഹായിക്കുന്നത്. അപ്പം 2 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കും. ഇനി അത് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് പൊന്തുക. അപ്പം അത് ഇപ്പം തന്നെ ഉപയോഗിക്കരുത്, ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. പിന്നെ ഈ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളി അവിയൽ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അവിയൽ റെഡി ആയി കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ കേട്ടോ. അപ്പോൾ ഇനി നാളെ നമുക്ക് ഒരു പൂരാടം സ്പെഷ്യലായിട്ട് കാണാം കേട്ടോ. ബൈ.